മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കി കുറ്റപത്രം. ഇന്നലെയാണ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള അക്രമം തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ഒഴിവാക്കി. നിഖിൽ അളവൂർ വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, വലിയ തരത്തിൽ ചർച്ചയായ സംഭവം, അതിലാണിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാം വകുപ്പുകളാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്? ഏതായാലും കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസെടുക്കുകയും പിന്നീട് 10 ദിവസത്തോളം KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേരെ ജയിലിലടക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിലെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒഴിവാക്കിയിരിക്കുന്നത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, ആയുധം ഉപയോഗിച്ചുള്ള അക്രമം തുടങ്ങിയ ഗുരുതര വകുപ്പുകളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം ഈ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഒപ്പം തന്നെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അത്രയും മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു. കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരിക്കേറ്റെന്നും മന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്ന് CPIM നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് വധശ്രമ കുറ്റം ഉൾപ്പെടെ ചുമത്തി KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കുകയും പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ആ കേസിലാണ് ഇപ്പോൾ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ശരി നിഖിൽ.